അസ്സലാമു അലൈക്കും. എല്ലാ വർഷവും പോലെ ഈ വർഷവും ആറ്റുകാൽ പൊങ്കാല നടന്നു. ലക്ഷക്കണക്കിന് വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ പൊങ്കാലയിടാൻ വേണ്ടി കേരളത്തിൻ്റെ ആ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തി. തലസ്ഥാന നഗരി മുഴുവനും ഭക്തിസാന്ദ്രമായിരുന്നു. ആറ്റുകാൽ പൊങ്കാല എന്നുള്ളത് അത് ഹൈന്ദവ സഹോദരങ്ങളുടെ ഒരു മഹോത്സവം മാത്രമല്ല, നേരെ മറിച്ച് കേരളത്തിൻ്റെ മാനവികതയും മതസൗഹാർദ്ദവും എന്താണ് എന്ന് ലോകത്തോട് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരാഘോഷം കൂടിയാണ്. യഥാർത്ഥ കേരള സ്റ്റോറി എന്താണ് എന്നുള്ളത് ലോകത്തിന് പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച കൂടിയാണ്. ഇവിടെ ജനങ്ങൾക്കിടയിൽ മതവർഗീയതയും വിദ്വേഷവും ഇല്ല എന്ന് ഓരോ തവണയും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ നേർക്കാഴ്ച കൂടിയാണ്. നമുക്കറിയാം, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് ആറ്റുകാൽ പൊങ്കാല നടന്നത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ ഒരു പരിശുദ്ധമായ റമളാൻ മാസത്തിലായിരുന്നു ആറ്റുകാൽ പൊങ്കാല നടന്നത്. ആ കഴിഞ്ഞ വർഷം തലസ്ഥാന നഗരിയിലെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള പ്രധാനപ്പെട്ട പള്ളികളായ പാളയം പള്ളിയിലും മണക്കാട് പള്ളിയിലും കണ്ടത് മതസൗഹാർദ്ദത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളായിരുന്നു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്ന നിരവധി ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന, അവർക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്ന, താമസിക്കാൻ സൗകര്യമൊരുക്കി കൊടുക്കുന്ന സുന്ദരമായ കാഴ്ചകളാണ് നാം എല്ലാവരും കണ്ടത്. കഴിഞ്ഞ വർഷം മണക്കാട് പള്ളിയിലെ മഹല്ല് കമ്മിറ്റിയിലെ മുസ്ലിം സഹോദരങ്ങൾ അവിടെ പൊങ്കാലയിടാനെത്തിയ ഹൈന്ദവ സഹോദരിമാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമൊരുക്കി കൊടുത്തു. മാത്രമല്ല, ആ മണക്കാട് പള്ളിയിലെ മുസ്ലിം സഹോദരങ്ങൾ നോമ്പ് തുറയ്ക്ക് വേണ്ടി എന്താണോ കഴിച്ചത് അതേ ഭക്ഷണം തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും അവർ കൊടുക്കാൻ മറന്നില്ല. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഐക്യമെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ നാടിൻ്റെ മതസൗഹാർദ്ദമെന്ന് പറയുന്നത്. ആ കാഴ്ചകൾ അത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്നും പൊങ്കാല ദിവസം ആ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിച്ചു. പാളയം പള്ളിയിലെയും മണക്കാട് പള്ളിയിലെയും അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ ചേർത്ത് പിടിച്ചു. പള്ളിമുറ്റങ്ങൾ അവർക്കായി തുറന്നിട്ട് കൊടുത്തു, അവർക്ക് വെള്ളം കൊടുത്തു, അവർക്ക് ഭക്ഷണം കൊടുത്തു. അങ്ങനെ ആ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്കറിയാം, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് വെള്ളിയാഴ്ച ജുമാ നിസ്കാര സമയത്ത് തൻ്റെ മുന്നിലുള്ള നൂറുകണക്കിന് വരുന്ന മുസ്ലിം സഹോദരങ്ങളോട് നമ്മൾ നോമ്പുകാരൊക്കെ തന്നെയാണ്, പക്ഷേ ആറ്റുകാൽ പൊങ്കാല വരുന്നുണ്ട്, ആ പൊങ്കാല ഇടാൻ വേണ്ടി ആയിരക്കണക്കിന് വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ നമ്മുടെ ഈ പള്ളിമുറ്റത്തേക്ക് വരും. അതുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം, അവർക്ക് വെള്ളം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, പള്ളികൾ തുറന്നിടണം എന്നുള്ള മനോഹരമായ ആ ഒരു ആഹ്വാനം പാളയം പള്ളിയിലെ ഇമാം നടത്തിയത്. ഇതാണ് ഇസ്ലാമിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തിൻ്റെ ഇത്തരം മനോഹരമായ പ്രസ്താവനകളും ഇത്തരം കാഴ്ചകളുമൊക്കെ പലപ്പോഴും മതം തലയ്ക്ക് പിടിച്ച വർഗീയവാദികളായ ചില സംഘികൾക്കും കൃസംഘികൾക്കും അതവർക്ക് വല്ലാത്ത അരോചകമാണ്. നോക്കൂ, പാളയം പള്ളിയിലെ ഇമാം നടത്തിയ ആ മനോഹരമായ ആ ഒരു പ്രസ്താവനയ്ക്ക് ഒരു വർഗീയവാദി കുറിച്ചൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: നോമ്പുകാലത്ത് ഒരു കട പോലും തുറക്കാൻ സമ്മതിക്കാത്തവർ ഹൈന്ദവ സമൂഹത്തിലെ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന പൊങ്കാലയ്ക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നുവെങ്കിൽ അതിനെ ഫുഡ് ജിഹാദിയായി കണക്കാക്കാം. പ്രത്യേകതരം മതേതരത്വത്തെ ഭയപ്പെട്ടേ മതിയാകൂ. കണ്ടില്ലേ, മനുഷ്യരെ മനുഷ്യരായി കാണാൻ പഠിപ്പിക്കുന്ന ആ പള്ളിയിലെ ഇമാമിൻ്റെ ആ ഒരു മനോഹരമായ പ്രസ്താവനയ്ക്ക് പോലും അതിലും ജിഹാദ് കണ്ടെത്തി അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം വർഗീയവാദികൾ. ഇവരുടെ മനസ്സുകൾ എത്രത്തോളം പൈശാചികമാണെന്നും എത്രത്തോളം മലിനമാണ് എന്നുള്ളതും നമുക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇത്തരം വർഗീയവാദികളോട് നമ്മൾ എത്ര തന്നെ ഉപദേശിച്ചാലും, എത്ര തന്നെ നമ്മൾ നന്മ പറഞ്ഞു കൊടുത്താലും അതവരുടെ തലയിൽ കയറില്ല. കാരണം അവരെ മുഴുവനും വർഗീയത കൊണ്ട് മൂടിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടത് ഇവിടെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിൽ പരസ്പരം തമ്മിലടിക്കണം. ഇവിടെ മതം പറഞ്ഞ്, ജാതി പറഞ്ഞ്, വർഗീയത പറഞ്ഞ് പരസ്പരം ഇവിടെ വർഗീയതയും കലാപവും ഉണ്ടാക്കണം. അതാണ് ഇത്തരം വർഗീയവാദികളുടെ പ്രധാന അജണ്ടകളെന്ന് പറയുന്നത്. പക്ഷേ ഇത്തരം വർഗീയവാദികൾ അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുമ്പോഴും അതിനെയെല്ലാം ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുന്ന മനസ്സിൽ നന്മയുള്ള കേരള സമൂഹത്തെയാണ് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുന്നത്. ഇന്ന് ലോകത്തിന് മുന്നിൽ കേരളം തലയുയർത്തി നിൽക്കുകയാണ്. ഈ മണ്ണിൽ പെയ്യുന്ന മഴയ്ക്കും വീശുന്ന കാറ്റിന് പോലും പരസ്പര സ്നേഹത്തിൻ്റെ മണമുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന ഹിന്ദു സഹോദരിമാരാണ് വ്രതശുദ്ധിയോടുകൂടി ആ പുണ്യ നഗരിയിലേക്ക് ഒഴുകിയെത്താറുള്ളത്. എന്നാൽ ഈ പുണ്യകർമ്മത്തിന് അവർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെയും നമ്മുടെ പള്ളികളെയും കുറിച്ച് പറയുമ്പോൾ ഓരോ വിശ്വാസിയുടെയും കൽബ് അഭിമാനം കൊണ്ട് നിറയുകയാണ്. മണക്കാട് വലിയ പള്ളിയും പാളയം ജുമാ മസ്ജിദും കേവലം ആരാധനാലയങ്ങൾ മാത്രമല്ല, അവ ഈ നാടിൻ്റെ ഒരുമയുടെ അടയാളങ്ങൾ കൂടിയാണ്. ആറ്റുകാൽ പൊങ്കാല ഇടാനെത്തുന്ന നമ്മുടെ ഹിന്ദു സഹോദരിമാർക്ക് വേണ്ടി പള്ളിയുടെ അങ്കണങ്ങൾ തുറന്നു കൊടുക്കുക, അവർക്ക് വിശ്രമിക്കാനും ഒളുവെടുക്കാനുള്ള സ്ഥലങ്ങളിൽ അവർക്ക് കൈകാലുകൾ കഴുകാനും പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്യാനും സൗകര്യമൊരുക്കുക എന്നത്
ചെറിയൊരു കാര്യമല്ല. നമ്മുടെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരിമാർ അവർ പൊങ്കാലയിടാൻ വേണ്ടി ആ അടുപ്പിന് മുന്നിൽ വെയിലുകൊണ്ട് നിൽക്കുമ്പോൾ, വരൂ സഹോദരിമാരെ, ഇത് നിങ്ങളുടെയും ഇടമാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ മണക്കാട് പള്ളിയിലെയും പാളയം പള്ളിയിലെയും അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ കാണിച്ച ആ വലിയ മനസ്സ്, ആ മനസ്സുണ്ടല്ലോ, അതാണ് ഇസ്ലാമിൻ്റെ മനോഹാരിത. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന്. അവിടെ അയൽവാസി എന്നുള്ളത് ഒരു മുസ്ലിമായിരിക്കണമെന്ന് നിബന്ധനയില്ല. നബി തങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. അതൊരു മനുഷ്യനായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പൊങ്കാല ദിവസം ചുട്ടുപൊള്ളുന്ന വെയിൽ നിൽക്കുന്ന സ്ത്രീജനങ്ങൾക്ക് ദാഹജലം നൽകുന്നതും പള്ളിയുടെ തണലിൽ അവർക്കിരിക്കാൻ ഇടം നൽകുന്നതും ഒരു പുണ്യമായ കർമ്മമാണ്. ആരാധനാലയങ്ങൾ ഭിന്നതയുടെ മതിലുകൾ പണിയാനല്ല, മറിച്ച് മനുഷ്യരെ ഒന്നിപ്പിക്കാനാണ് എന്ന് ഈ പള്ളികൾ തെളിയിച്ചിരിക്കുന്നു. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മതത്തിന്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ തലസ്ഥാന നഗരിയിലെ ഈ കാഴ്ചകൾ ആ വിദ്വേഷത്തിന്റെ കച്ചവടക്കാർക്കുള്ള ശക്തമായ മറുപടി കൂടിയാണ്. പാളയം പള്ളിക്ക് തൊട്ടടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, കുറച്ചപ്പുറത്ത് ഒരു ചർച്ചുണ്ട്. ബാങ്ക് വിളി ഉയരുമ്പോൾ ക്ഷേത്രത്തിലെ മണിനാഥവും ഒരേ വായുവിൽ അലിഞ്ഞുചേരുകയാണ്. പൊങ്കാല സമയത്ത് പള്ളിക്കുള്ളിൽ നിസ്കാരം നടക്കുമ്പോൾ തന്നെ പുറത്തെ മുറ്റത്ത് ആചാരപ്രകാരം പൊങ്കാല അടുപ്പുകൾ കത്തുന്നു. ഇതിലും വലിയ എന്ത് മതേതരത്വമാണ് നമുക്ക് കാണിക്കാനുള്ളത്? അതിഥികളെ ആദരിക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. അതോടൊപ്പം സേവനമെന്നുള്ളത് ഒരു വലിയൊരു ഇബാദത്ത് കൂടിയാണ്. കഷ്ടപ്പെടുന്നവർക്ക് താങ്ങാവുക എന്നത് അള്ളാഹുവിനോടുള്ള അടുക്കാനുള്ള എളുപ്പവഴിയാണ്. മണക്കാട് പള്ളിയും പാളയം പള്ളിയും കാണിച്ച ഈ വലിയ മാതൃക വരും തലമുറകൾക്ക് വലിയൊരു പാഠം കൂടിയാണ്. ഭിന്നതയുടെയും വിദ്വേഷത്തിൻ്റെയും വിഷം തുപ്പുന്നവർക്ക് മുന്നിൽ സ്നേഹത്തിൻ്റെ പായസവുമായി നിൽക്കുന്ന ഈ സാഹോദര്യം എന്നും നിലനിൽക്കട്ടെ. ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ ആ പള്ളി ഭാരവാഹികളെയും അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളെയും അഭിനന്ദിച്ചേ മതിയാകൂ. നമ്മുടെ കേരളം ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു അത്ഭുതമാണ്. മനുഷ്യർക്കിടയിൽ മതിലുകൾ പണിയാൻ ചിലർ വെമ്പൽ കൊള്ളുമ്പോൾ ആ മതിലുകൾ പൊളിച്ച് സ്നേഹത്തിൻ്റെ പാലം പണിയുന്ന മലയാളി മനസ്സിനെ നോക്കി ലോകം വിസ്മയിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നടന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം കേവലം ഒരു മതപരമായ ചടങ്ങായിരുന്നില്ല, മറിച്ച് അത് മാനവികതയുടെയും സാഹോദര്യത്തിൻ്റെയും ഒരു മഹാസംഗമമായിരുന്നു. മണക്കാട് വലിയ പള്ളിയും പാളയം ജുമാ മസ്ജിദും ഈ പൊങ്കാല നാളുകളിൽ ചെയ്ത കാര്യങ്ങൾ നാം ഓരോരുത്തരും അഭിമാനത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ദാഹിച്ചു വലഞ്ഞ് ചുട്ടുപൊള്ളുന്ന ആ വെയിലത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരിമാരെ ചേർത്തു പിടിക്കുമ്പോൾ, ആ പള്ളിയുടെ മുറ്റം അവർക്ക് വിശ്രമിക്കാനായി സൗകര്യമൊരുക്കി കൊടുക്കുമ്പോൾ അവിടെ തകരുന്നത് വർഗീയതയുടെ കരിങ്കൽ കോട്ടകളാണ്. ഇസ്ലാം എന്നാൽ സമാധാനമാണ്. ഇസ്ലാം എന്നാൽ കാരുണ്യമാണ്. പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇവിടെ നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഈ വാചകങ്ങളിൽ അവിടെ മുസ്ലിമിനോട് മാത്രം കരുണ കാണിക്കണമെന്നല്ല പറയുന്നത്, നേരെ മറിച്ച് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണമെന്നാണ്. അതിൽ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും അങ്ങനെ എല്ലാവരും ഉൾപ്പെടും. ഇത്രയധികം കാരുണ്യം പഠിപ്പിക്കുന്ന, ഇത്രയധികം സമാധാനവും സ്നേഹവും പഠിപ്പിക്കുന്ന ആ മതത്തെയാണ് ചില വർഗീയവാദികളും ഇസ്ലാമിക വിരുദ്ധരും നിരന്തരമായി കൊണ്ട് കടന്നാക്രമിക്കുന്നത്. ഇത് കേരളമാണ്. ഇവിടെ ഒരു വിദ്വേഷത്തിനും സ്ഥാനമില്ല. ഇവിടെ ശങ്കരൻ നായരും അഹമ്മദ് കുട്ടിയും തോമസും ഒരേ കിണറ്റിലെ വെള്ളം കുടിച്ച് വളർന്നവരാണ്. പണ്ടുകാലത്ത് നമ്മുടെ ഉമ്മമാർ അയൽപ്പക്കത്തെ വീട്ടിലെ വിശേഷങ്ങൾക്ക് വിളമ്പിയിരുന്ന ആ സ്നേഹത്തിൻ്റെ രുചി ഇന്നും നമ്മുടെ രക്തത്തിലുണ്ട്. ആ രക്തത്തിൽ വർഗീയതയുടെ വിഷം കലർത്താൻ ആര് ശ്രമിച്ചാലും അതൊരിക്കലും വില പോകില്ല.